ഹലോ ബഡീസ്, സീറ്റ് ബെൽറ്റ് ഒക്കെ മുറുക്കിക്കോ. കാരണം നമ്മൾ 100x100ന്റെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് കുതിക്കാൻ പോകുക. ഇന്ന് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്നത് സീസൺ 2 എപ്പിസോഡ് 35 ദ ട്രൂ പാസ് ആണ്. കഥ ഇതുവരെ ഫോളോ ചെയ്തവർക്കറിയാം, കളി മുറുകി വരുക. ഈ എപ്പിസോഡിന്റെ അവസാനം നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കിടിലൻ ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നേരെ കഥയിലേക്ക്. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഗോൺ ഒരു മാച്ചും കഴിഞ്ഞു നിൽക്കുന്നതാണ്. പക്ഷെ കളി ജയിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോഴുണ്ട് നമ്മുടെ ഹിസോദ കൈയടിച്ചുകൊണ്ട് വരുന്നു. നിന്റെ പവർ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു. നിന്നോട് ഫൈറ്റ് ചെയ്യാൻ ഇനിയും എത്ര കാലം ഞാൻ കാത്തിരിക്കണം? നീ പെട്ടെന്നൊരു ഡേറ്റും സ്ഥലവും പറ, നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യാം. ഈ സംസാരം കേട്ടപ്പോൾ നമ്മുടെ ഗോണിന് നല്ല ദേഷ്യവും പേടിയും ഒക്കെ വരുന്നുണ്ട്. എത്ര പ്രശ്നങ്ങൾ തീർത്താലും പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നതിന്റെ ഒരു സൂചനയാണിത്. ആ രാത്രിയിൽ നമ്മുടെ ഗ്യാങ് വീണ്ടും മാസ്റ്റർ വിങ്ങിന്റെ തട്ടകത്തിൽ എത്തിയിരിക്കുകയാണ്. സ്കിൽസ് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. വെറും മൂവ്സ് പഠിക്കൽ മാത്രമല്ല, നെൻ എന്ന ആ മഹാസംഭവത്തിന്റെ ഉള്ളറകളിലേക്കാണ് അവർ ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോൾ മാസ്റ്റർ വിങ് പ്രഖ്യാപിക്കുകയാണ്, മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ടെക്നിക്കാണ്, ഹത്സു എന്നാൽ നിങ്ങളുടെ വെൻ എബിലിറ്റി ഒന്ന് ഉഷാറാക്കാനും പൊടിച്ചെടുക്കാനുമുള്ള ഒരു വഴിയാണ്. അതിന് 6 മെയിൻ കാറ്റഗറികളുണ്ട്. ആദ്യം തന്നെ എൻഹാൻസേഴ്സ്, ഇവർക്ക് ഒരു വസ്തുവിനെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ പറ്റും. പിന്നെ എമിറ്റേഴ്സ്, ഇവർക്ക് ഇവരുടെ ഓറ പുറത്തേക്ക് വിടാൻ പറ്റും. അടുത്തത് ട്രാൻസ്മ്യൂട്ടേഴ്സ്, ഇവർക്ക് ഇവരുടെ ഓറയുടെ ക്വാളിറ്റി മാറ്റാൻ പറ്റും. കൺജൂറേഴ്സിന് മറ്റുള്ളവരുടെ ഓറ മാറ്റാനുള്ള അടിപൊളി കഴിവുണ്ട്. മാനിപ്പുലേറ്റേഴ്സ് ആണെങ്കിൽ മറ്റുള്ളവരുടെ ഓറയോ ജീവികളെയോ വരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടീംസ് ആണ്. പിന്നെ സ്പെഷ്യലിസ്റ്റ്, ഇത് മറ്റുള്ള 5 നിന്നും വ്യത്യസ്തമാണ്. പഠിക്കാൻ ഇത്തിരി പാടാണ്. പിന്നെ നിനക്ക് പറ്റിയ ഹാറ്റ്സു ടെക്നിക്ക് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഏറ്റവും നല്ല സൂപ്പർ പവർ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് പോലെയാണിത്. എന്താ, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. പിള്ളേര് അപ്പോഴും അന്തം വിട്ട് നിൽക്കുക. സത്യം പറഞ്ഞ സംഭവം ആദ്യം കേട്ടപ്പോ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് മാസ്റ്റർ വിങ് ഗോണിനെ ഉദാഹരണമാക്കി പറയുന്നത്. ഗോൺ ഭയങ്കര എനർജറ്റിക്കും ഫ്ലെക്സിബിളുമാണ്. അതുകൊണ്ട് അവൻ ഒരു എൻഹാൻസർ ഓറയുള്ളവനായിരിക്കും. നിങ്ങൾ എല്ലാവരും ഒരു പ്രത്യേക ടെക്നിക്ക് കൊണ്ടായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക. അത് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അദ്ദേഹം ഒരു ഹെക്സഗൺ ഡയഗ്രം കാണിക്കുന്നു. അതിൽ ഓരോ ടൈപ്പും മറ്റുള്ളവയുമായി എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് കാണാം. അടുത്ത് കിടക്കുന്ന ടെക്നിക്കുകൾ പഠിക്കാൻ എളുപ്പമാണെന്നും അദ്ദേഹം പറയുന്നു. എൻഹാൻസർ ആണ് ആദ്യം വരുന്നത്, പിന്നെ എമിറ്റർ, അതിനുശേഷം ട്രാൻസ്മ്യൂട്ടർ. സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ എപ്പോഴും ഏറ്റവും അവസാനം പഠിക്കുന്ന ടെക്നിക്കാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഗോണായിട്ട് ഫൈറ്റ് ചെയ്ത ഗീഡോയെ ഓർമ്മയില്ലേ? അവൻ കുറെ പമ്പരങ്ങൾ ഉപയോഗിച്ചിരുന്നു. പമ്പരങ്ങൾ കടക്കാൻ അവൻ ഉപയോഗിച്ച ടെക്നിക്ക് ട്രാൻസ്മ്യൂട്ടർ ആണ്. കാരണം അവൻ അവന്റെ ഓറയുടെ ക്വാളിറ്റി മാറ്റി. അതുകൂടാതെ അവൻ അത് മാനിപ്പുലേറ്റ് ചെയ്തു. അതായത് മാനിപ്പുലേറ്റർ ടെക്നിക്കും ഉപയോഗിച്ചു. ഹിസോക്ക ഫൈറ്റ് ചെയ്ത എതിരാളിയും 3 ടെക്നിക്കുകൾ ഉപയോഗിച്ചിരുന്നു: എൻഹാൻസർ, എമിറ്റർ, മാനിപ്പുലേറ്റർ. കാരണം അവൻ ഫുൾ നെൻ ടെക്നിക്ക് പഠിച്ചിരുന്നു. പക്ഷേ ഹിസോക്ക അവനെ തോൽപ്പിച്ചു. മാസ്റ്റർ വിങ് വിശദീകരിച്ചു. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ തല പെരുക്കുന്ന പോലെയുണ്ട്. പക്ഷെ നെൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് അത്യാവശ്യമാണ്. ഇതാകെ കൺഫ്യൂഷൻ ആണല്ലോ. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ടെക്നിക്ക് കണ്ടുപിടിക്കുന്നത്? കില്ലുവ ചോദിക്കുന്നു. നമ്മൾ എല്ലാവരും ഒരുപക്ഷെ ആലോചിക്കുന്ന കാര്യം തന്നെ. സിൻഗൻ റിയുവിൽ നിങ്ങളുടെ ഹാറ്റ്സ് കണ്ടുപിടിക്കാൻ അവർ വാട്ടർ ഡിവൈനേഷൻ എന്നൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ മുകളിൽ ഒരു ഇലയുള്ള ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഗ്ലാസിന് ചുറ്റും നിങ്ങളുടെ റെയിൻ ഉപയോഗിക്കുമ്പോൾ ഇല അതിനനുസരിച്ച് പ്രതികരിക്കും. അത് നിങ്ങളുടെ ഹാറ്റ്സ് വെളിപ്പെടുത്തും. മാസ്റ്റർ വിങ് വിശദീകരിക്കുന്നു. അദ്ദേഹം തന്റെ റെയിൻ ഉപയോഗിക്കുമ്പോൾ ഗ്ലാസിലെ ജലനിരപ്പ് ഉയരുന്നത് കാണിച്ചു തരുന്നു. അദ്ദേഹം ഒരു എൻഹാൻസർ ആണെന്ന് വെളിപ്പെടുന്നു. ഓരോ പ്രതികരണവും വ്യത്യസ്തമാണ്. വ്യത്യസ്ത തരം നെൻ ഉപയോക്താവിനെ വെളിപ്പെടുത്തുന്നു. അപ്പതേ അടുത്തത് ഗോണിന്റെ ഊഴമാണ്. അപ്പൊ വെള്ളത്തിന്റെ ലെവൽ ഇച്ചിരി പൊങ്ങുന്നുണ്ട്. ഗോൺ ഒരു എൻഹാൻസറാ, മാസ്റ്റർ വിങ് പറയുന്നു. സുഷി ട്രൈ ചെയ്തപ്പോൾ ഇല ഇത്തിരി അനങ്ങുന്നുണ്ട്. സുഷി, നീ ഇല അനക്കി, നീ ഒരു മാനിപ്പുലേറ്ററാ. മാസ്റ്റർ വിങ് ഞെട്ടി തിരിച്ചു പറയുന്നു. അപ്പൊ കില്ലുവ ട്രൈ ചെയ്യുക, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇല അനങ്ങുന്നില്ല, വെള്ളം കൂടുന്നുമില്ല. ഇതെന്താ വേറെ? എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കില്ലുവ നിരാശയോടെ പറയുന്നു. മാസ്റ്റർ വിങ് ഒരു സൂചന കൊടുക്കുന്നു. നീ ആ വെള്ളത്തിന്റെ രുചി നോക്ക്. കില്ലുവ വെള്ളം രുചിച്ചിട്ട് പറയുന്നു, ഹായ്, ഈ വെള്ളത്തിന് മധുരമുണ്ടല്ലോ. അപ്പൊ മനസ്സിലായില്ലേ? കില്ലുവ ഒരു ട്രാൻസ്മ്യൂട്ടറാ. കാരണം അവൻ ഓറയുടെ ക്വാളിറ്റി മാറ്റി. കണ്ടോ, എനിക്ക് വെള്ളത്തിന്റെ രുചി മാറ്റാൻ പറ്റും, കില്ലുവ അഭിമാനത്തോടെ പറയുന്നു. അങ്ങനെ സിമ്പിൾ ആയിട്ട് അവർക്കെല്ലാം കാര്യം കിട്ടി തുടങ്ങി. മാസ്റ്റർ വിങ് പറയുന്നത്, നിങ്ങൾക്ക് 4 ആഴ്ച സമയം തരുന്നു. ഹാറ്റ്സു ടെക്നിക്ക് ഫുള്ള് പഠിച്ചിട്ട് എന്റെ അടുത്തേക്ക് വാ. പിന്നത്തെ 4 ആഴ്ചക്കാലം നമ്മുടെ ഹീറോസ് ഹാറ്റ്സ് പ്രാക്ടീസ് ചെയ്യുവാണ്. എല്ലാ ദിവസവും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഇല മുകളിൽ വെച്ച് അവർ ഹാറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഗോൺ ട്രെയിനിങ്ങിൽ എക്സ്ട്രാ കെയർഫുൾ ആണ്. കില്ലുവ കുറച്ച് ലെയ്ഡ് ബാക്ക് ആണ്. എന്നാലും എല്ലാ ക്യാരക്ടേഴ്സും ഹാറ്റ്സു മാസ്റ്റർ ചെയ്യാൻ കഷ്ടപ്പെടുന്നുണ്ട്. ഇതെല്ലാം നടക്കുമ്പോൾ ഒരു കെട്ടിടത്തിന്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. അത് ഹിസോഗയാണ്. ഹിസോഗ ഗോണിനെ വിളിക്കുന്നു. ജൂലൈ 13 ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യും, കാത്തിരുന്നു, അവൻ പറയുന്നു. ഗോൺ കൂടുതൽ സ്ട്രോങ് ആവാൻ തീരുമാനമെടുത്ത് മോട്ടിവേറ്റഡ് ആകുന്നു. എനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന് അവൻ പറയുന്നു. ഇത് നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം നമുക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ കഴിയുമെന്ന് നമുക്കറിയാം. ദിവസങ്ങൾ ഇങ്ങനെ പറന്നു പോകുക. നമ്മുടെ ഹീറോസ് ആണെങ്കിൽ
അവരുടെ ഹാറ്റ്സ് പവറിൽ ഒടുക്കത്തെ ഇംപ്രൂവ്മെന്റ് ആണ്. ജൂൺ 15, 17 ഒക്കെ ആയപ്പോഴേക്കും പിള്ളാര് ടെക്നിക്കൊക്കെ പക്കയായി പഠിച്ചെടുത്തു. ഇനിയിപ്പോ വിങ് മാസ്റ്ററിന് മുന്നിൽ ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. കില്ലുവായി ആണെങ്കിൽ അവന്റെ റെയിൻ പവർ ഉപയോഗിച്ച് വെള്ളം മധുരമുള്ളതാക്കുന്നുണ്ട്. എന്നിട്ട് പവറൊക്കെ അങ്ങോട്ട് റിലീസ് ചെയ്യുമ്പോൾ വെള്ളത്തിന് തേനിന്റെ ടേസ്റ്റ്. ഓ, നീ നന്നായി ഇംപ്രൂവ് ആയിട്ടുണ്ടല്ലോ. വിങ് മാസ്റ്റർ കില്ലുവായെ പുകഴ്ത്തി. സുഷി കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ട്, പക്ഷേ ആ ഇല മുഴുവനായിട്ടും അനക്കാൻ പറ്റുന്നില്ല. സോറി മാസ്റ്റർ, എനിക്ക് പറ്റുന്നില്ല, സുഷി പറയുന്നു. സാരമില്ല, നീ നന്നായി ചെയ്തു, പക്ഷേ ഇനിയും ട്രെയിൻ ചെയ്യണം, വിങ് മാസ്റ്റർ പറയുന്നു. ഗോൺ ആണെങ്കിലോ വെള്ളത്തിന്റെ ലെവൽ കൂട്ടാൻ ഫുൾ ഫോക്കസ്ഡ് ആണ്. പിള്ളാരന്റെ പവർ അമാതിരി സ്ട്രോങ് ആയതുകൊണ്ട് ഗ്ലാസ് പൊട്ടി വെള്ളം വെള്ളച്ചാട്ടം പോലെ ഒഴുകുന്നു. ഗോൺ നിർത്ത്, വെള്ളം ഓവർഫ്ലോ ആകുന്നു. വിങ് മാസ്റ്റർ ഞെട്ടലോടെ വിളിച്ചു പറയുന്നു. ഗോണിന്റെ പവറിൽ പുള്ളി അന്തം വിട്ടുപോയി. ഗ്ലാസ് പൊട്ടി അവന്റെ പവർ പൊളിയാ. ഗോണും കില്ലുവയും നിങ്ങൾ രണ്ടാളും ഗ്രാജുവേഷൻ ഡേക്ക് റെഡി ആയിക്കോ, മാസ്റ്റർ വിങ് അനൗൺസ് ചെയ്യുന്നു. ഇത് കേട്ട് രണ്ടാൾക്കും ഭയങ്കര സന്തോഷം. നിങ്ങളെ പഠിപ്പിക്കാനുള്ളതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു, ഇനിയൊന്നും ബാക്കിയില്ല. പക്ഷേ സുഷിക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. നീ എന്നും എന്റെ സ്റ്റുഡന്റ് ആയിരിക്കും, മാസ്റ്റർ വിങ് പറയുന്നു. പക്ഷേ ശരിക്കും ട്വിസ്റ്റ് വരുന്നത് മാസ്റ്റർ വിങ് പറയുമ്പോഴാണ്. ഗോൺ, കില്ലുവ, നിങ്ങൾ രണ്ടാളും സീക്രട്ട് ഹണ്ടർ എക്സാം പാസ്സായിട്ടുണ്ട്. ഇത് കേട്ട് രണ്ടാളും കംപ്ലീറ്റ് കൺഫ്യൂഷനായി. എന്താ മാഷെ, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. മാസ്റ്റർ വിങ് വിശദീകരിക്കുന്നു. നിങ്ങൾ ഈ ടെക്നിക്ക് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഒരു ഹണ്ടർ ആവാൻ നിങ്ങൾ ഹണ്ടർ എക്സാമും സീക്രട്ട് ഹണ്ടർ എക്സാമും പാസ്സാവണം. ഒരു ഹണ്ടർ ഏത് മോൺസ്റ്ററിനോടും ടെററിസ്റ്റിനോടും കില്ലറിനോടും കള്ളനോടും വെറും ലൈസൻസ് മാത്രം വെച്ച് ഫൈറ്റ് ചെയ്യണം. അതിനാണ് ഇതുപോലൊരു സീക്രട്ട് എക്സാം ഉള്ളത്. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പലയിടത്തായിട്ട് ട്രെയിനിങ് നടത്തുന്നുണ്ട്. മാസ്റ്റർ നെറ്ററോ എന്നോട് നിങ്ങളെപ്പറ്റി കുറെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്നാൽ നമ്മുടെ ഹീറോസ് നെൻ മാസ്റ്റർ ചെയ്യാൻ കട്ടയ്ക്ക് ട്രെയിനിങ് ചെയ്യുമ്പോൾ അതേസമയം തന്നെ അവരറിയാതെ ഒരു സീക്രട്ട് ഹണ്ടർ എക്സാമും കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. നീ അവനോട് സംസാരിക്കുമായിരുന്നല്ലേ? ഗോൺ ചോദിക്കുന്നു. അതെ, ഞങ്ങൾ ഒഫീഷ്യൽ ഹണ്ടർ ട്രെയിനർമാരാണ്. നിന്നെയും ഞങ്ങൾ പരിശീലിപ്പിക്കുന്നുണ്ട്. നിന്റെ കൂട്ടുകാരെ വേറെ ട്രെയിനർമാരും പരിശീലിപ്പിക്കുന്നുണ്ട്, അയാൾ പറയുന്നു. എന്റെ കൂട്ടുകാരും അവിടെയുണ്ടോ? ഗോൺ ചോദിക്കുന്നു. ഉണ്ട്, കുരബികയും ലിയോറിയോയും പരിശീലിക്കുന്നുണ്ട്. കുരബിക ഇതുവരെ ഒരു റെയിൻ കഴിവും കാണിച്ചിട്ടില്ല. ലിയോറിയോ അവന്റെ മെഡിക്കൽ എക്സാമിന് വേണ്ടി പരിശീലിക്കുകയാണ്, മാസ്റ്റർ വിങ് വിശദീകരിക്കുന്നു. ഹിസോക്കയും ഇല്ലുമിയും അവരുടെ ടെക്നിക്കുകളൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട്. അവർക്ക് ലൈസൻസ് ഒന്നും ആവശ്യമില്ല. അവർ നേരത്തെ തന്നെ പാസ്സായതാ, അയാൾ കൂട്ടിച്ചേർക്കുന്നു. കുരബികയും ലിയോറിയോയും അവരവരുടെ ലക്ഷ്യങ്ങളിൽ എത്താൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെന്നും ഇത് വെളിപ്പെടുത്തുന്നു. എടാ ഗോണെ, നീ നാളെ ഹിസോവയോടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നേ? ബോഡിയൊന്നും ഡാമേജ് ആക്കാതെ പോയി റെസ്റ്റഡ്, മാസ്റ്റർ വിങ് പറയുന്നു. നമ്മുടെ ഹീറോസ് പോകുക. അപ്പൊ മാസ്റ്റർ വിങ് സുഷിയോട്, അവരോട് അസൂയപ്പെടേണ്ട, നീ 1000-ൽ ഒരാളാടാ. മാസ്റ്ററെ, ഞാൻ 1000-ൽ ഒരാളോ? സുഷി ചോദിക്കുന്നു. അതെ, നിനക്ക് ഒരുപാട് കഴിവുണ്ട്. അത് പുറത്തെടുക്കാൻ നീ നന്നായി ട്രെയിൻ ചെയ്യണം, മാസ്റ്റർ വിങ് പറയുന്നു. മാസ്റ്ററെ, എന്റെ മനസ്സ് ഞാനൊന്നും പറയുന്നത് കേൾക്കുന്നില്ല. അവര് നല്ലോണം ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഞാനും ട്രെയിൻ ചെയ്ത് കാണിച്ചു തരാം, സുഷി നിശ്ചയദാർഢ്യത്തോടെ പറയുന്നു. മാസ്റ്റർ വിങ് വിശദീകരിക്കുന്നു. നിന്റെ ട്രെയിനിങ് സ്പീഡ് 1000-ൽ ഒന്നാണെങ്കിൽ അവരുടേത് 1,00,000-ൽ ഒന്നാടാ. അതുകൊണ്ടാ അവര് ജയിക്കുന്നേ. ഇത് മറ്റൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റാണ്. കാരണം നമ്മുടെ ഫ്രണ്ട്സിന്റെ അത്ര കഴിവില്ലെങ്കിലും നന്നായി പരിശ്രമിച്ചാൽ നമുക്കും നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. ഗോണും ഹിസോഗയും തമ്മിലുള്ള ആ പൊരിഞ്ഞ പോരാട്ടം കാണാൻ വേണ്ടി കാത്തിരിക്കുമല്ലേ? ടിക്കറ്റ് കൗണ്ടറൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാണ്. കമന്റേറ്റർ പറയുകയാണ്, ഹലോ എവറിവൺ, വെൽക്കം. ഹിസോഗയാണെങ്കിൽ ബാക്ക് സ്റ്റേജിൽ ഇൻട്രോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് തീപ്പൊരികൾ പാറുന്നത്. കമന്റേറ്റർ അനൗൺസ് ചെയ്യുന്നു, 3-ൽ-1 എന്ന അനുപാതത്തിൽ ജയിക്കുന്ന പുതിയ ചലഞ്ചർ ഗോൺ. ജനക്കൂട്ടം ആർത്ത് വിളിക്കുന്നു. ചിലർ പറയുന്നുണ്ട്, ഗോണെ, നിനക്ക് എന്താടാ വട്ടാണോ? ആയുധമില്ലാതെ ഹിസോഗയോട് ഏറ്റുമുട്ടിയാൽ നിന്റെ കൈയും കാലും ഒടിഞ്ഞു പോകും. ഇത് കേൾക്കുമ്പോൾ അറിയാം ആളുകൾ ഗോണിന്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടെന്ന്. അപ്പോഴാണ് ഹിസോഗയുടെ ഇൻട്രോ. 8-ൽ-3 എന്ന അനുപാതത്തിൽ ജയിക്കുന്ന ഹിസോഗ. ജനക്കൂട്ടം അന്തം വിട്ടിരിക്കുകയാണ്. അവന്റെ കൈയൊക്കെ ശരിയായല്ലോ എന്നാണ് സംസാരം. അവനെ കാണാൻ നല്ല പവർ ആണല്ലോ എന്നും ചിലർ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗോൺ അതാ അരീനയിലുണ്ട്. ഹിസോഗയും കയറി വരുന്നു. അവര് തമ്മിൽ നോക്കി നിൽക്കുവാണ്. നീ ഈ ഫൈറ്റിന് വേണ്ടി കാത്തിരിക്കുവല്ലായിരുന്നോ? ഇപ്പൊ നിന്റെ ആഗ്രഹം നടക്കാൻ പോവാ എന്ന് കമന്റേറ്റർ പറയുന്നുണ്ട്. ഹിസോഗ ഗോണിനെ ഒരുമാതിരി നോട്ടം. എന്നെ ഇങ്ങനെ നോക്കല്ലേ, നിന്റെ നോട്ടം ഒരുമാതിരി എന്ന് ഗോൺ. ശരി, നമുക്ക് ഫൈറ്റ് തുടങ്ങാം. സമയപരിധിയില്ല, വീഴുന്നവൻ തോൽക്കും എന്ന് റഫറി പറഞ്ഞിട്ട് സ്ഥലം വിടുന്നു. ആരാദ്യം അറ്റാക്ക് ചെയ്യും എന്ന് കമന്റേറ്റർ. ഗോൺ മുന്നോട്ട് കുതിച്ച് ഹിസോഗയുടെ പുറകിൽ ഒരിടി. ഹിസോഗ മാറിക്കളഞ്ഞു. എന്നാലും ഗോൺ വിടാതെ അടിക്കുകയാണ്. ഈ അടിപിടി നിങ്ങളെ കാണിച്ചു തരാം. ഗോൺ അടിക്കുന്നുണ്ട്. പക്ഷെ ഹിസോഗ എല്ലാരെയും സിമ്പിളായിട്ട് ഒഴിവാക്കുന്നു. ഇത് കണ്ടാൽ നമ്മൾ പിടിച്ചേ വിട്ടേ കളിക്കുമ്പോൾ ഉള്ളതുപോലെയുണ്ട്. നമ്മൾ പിടിക്കാൻ നോക്കുന്ന ആളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്ലോ മോഷനിൽ പോകുന്ന പോലെ. ഈ ചെക്കൻ ഇതെന്ത് കുന്തമാണ് കാണിക്കുന്നത്? എങ്കിലും ഇവൻ പുലിയാണ്. പക്ഷേ ഗോണിന് എളുപ്പത്തിൽ ജയിക്കാൻ പറ്റില്ല, നന്നായി കഷ്ടപ്പെടേണ്ടി വരും എന്ന് മാസ്റ്റർ വിങ് മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഗോൺ ഹിസോഗയുടെ കാലിന് ഒരൊറ്റ കിക്ക് കൊടുക്കുന്നുണ്ട്. കാലൊടിക്കാൻ നോക്കിയതായിരുന്നു, പക്ഷേ ഹിസോഗ വെട്ടിമാറി രക്ഷപ്പെട്ടു. ഹിസോഗ ഗോണിന്റെ മുഖത്തൊരു പഞ്ച് കൊടുത്തിട്ട് ഫൈറ്റ് ചെയ്യടാ എന്ന് പറയുന്നുണ്ട്. അടിപൊളി അടി. ഹിസോഗയ്ക്ക് ഒരു പോയിന്റ് കമന്റേറ്റർ വിളിച്ചു പറയുന്നു. കമന്റേറ്റർ ഗോണിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇങ്ങനെ തല്ലുകൂടുന്നത്? നീ പഴയ പയ്യൻ തന്നെയാണോടാ? ഗോൺ മറുപടി പറയുന്നു, പഴയ പയ്യനോ? ഞാൻ ഇത്ര
കഷ്ടപ്പെട്ടാണ് ട്രെയിൻ ചെയ്തതെന്ന് അറിയാമോ? അതിന്റെ റിസൾട്ട് ഞാനിപ്പോ കാണിച്ചു തരാം. ഗോൺ ചുറ്റും ഓടുന്നുണ്ടെങ്കിലും ഹിസോഗയെ തല്ലാൻ പറ്റുന്നില്ല. ഇനി വേറെ അടവ് എടുക്കേണ്ടി വരും. ഗോൺ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോൺ ഒരു 2 സെക്കൻഡ് ഡബിൾ ടെക്നിക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവൻ ഗ്രൗണ്ടിലെ ടൈൽസ് എല്ലാം പറിച്ച് മേലോട്ടെറിയും. ഇവൻ ഈ ടൈൽസിന്റെ ഇടയിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പോകുവാണെന്ന് തോന്നുന്നു. ഇവനെ കാണാനില്ലല്ലോ എന്ന് ഹിസോഗ കരുതി ടൈൽസ് എല്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ഗോൺ കറക്റ്റ് ചാൻസ് എടുത്ത് ഹിസോഗയുടെ മുഖമടച്ച് ഒരൊറ്റ പഞ്ച്. ഗോണിന്റെ ആദ്യത്തെ അടി കൊള്ളുന്നു. ഹിസോഗ തെറിച്ച് പിന്നിലോട്ട് പോകുന്നു. ഗോൺ ഹിസോഗയെ ഇടിച്ചു. ഇനി ഹിസോഗയുടെ മൈൻഡ് കുറച്ചുകൂടെ ക്ലിയർ ആണ്. അവൻ ഇനി അവനോട് നോർമലായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ എപ്പിസോഡ് അങ്ങ് തീർന്നു. ഈ എപ്പിസോഡിൽ കിടിലൻ ട്രെയിനിങ്ങും സ്ട്രാറ്റജിയും തീ പാറുന്ന പോരാട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ ഹീറോസ് ഓരോ എപ്പിസോഡിലും എങ്ങനെ കൂടുതൽ സ്ട്രോങ് ആയി വരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ നമുക്കും തോന്നിയില്ലേ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ നമ്മളും ഇതുപോലെ ട്രെയിൻ ചെയ്യണമെന്ന്. ഈ എപ്പിസോഡ് ബ്രേക്ക് ഡൗൺ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അനിമെ മല്ലു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, താങ്ക് യു.